അനുപമേ, ഗുരുക്കന്മാർ അല്ലെങ്കിൽ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വഴി കാട്ടേണ്ട അല്ലെങ്കിൽ മാതൃകയാകേണ്ട മനുഷ്യരായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ വളരെയധികം സ്നേഹിക്കുന്ന ഒരു പറ്റം മനുഷ്യരാണ് അവര്. പക്ഷേ കഴിഞ്ഞ ദിവസം വന്നൊരു വാർത്തയുണ്ട്. ആ വാർത്തയിൽ പറയുന്നത് ഒരു അധ്യാപകൻ തന്റെ വിദ്യാർത്ഥിനിയോട് പറയുകയാണ് തന്നെ ഒന്ന് കെട്ടിപ്പിടിക്കണം. അതിനുശേഷം ആ കുട്ടിയെ പീഡിപ്പിക്കുകയാണ്. അതും എവിടെ വെച്ചിട്ടാണ്? വിദ്യ പകർന്നു നൽകേണ്ട ക്ലാസ് മുറിയിൽ വെച്ചിട്ട് വിദ്യ പകർന്നു നൽകുന്ന മനുഷ്യൻ ഒരു പെൺകുട്ടിയോട് പെരുമാറിയ രീതിയാണ്. എങ്ങനെയാണ് നമ്മുടെ സമൂഹം നന്നാവുക എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലാണിപ്പോൾ. നമ്മുടെ പാരന്റ്സ് തന്നെ നമ്മളെ ഏറ്റവും വിശ്വസിച്ചാണ് ഒരു വിദ്യാലയത്തിൽ കൊണ്ടുചെന്നാക്കുന്നത്. അത് വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ നമ്മള് നഴ്സറിയിൽ മുതൽ അല്ലെങ്കിൽ നമ്മൾ എത്ര കാലം പഠിക്കുന്നു അത്രയും കാലം, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ ശിക്ഷണത്തിൽ നമ്മൾ എത്ര കാലം നിൽക്കുന്നു അത്രയും കാലം നമ്മൾ അങ്ങേയറ്റം വിശ്വസിച്ചാണ് അവിടുത്തെ അധ്യാപകരുടെ കൈക്കലാണ് നമ്മളെ ഏൽപ്പിക്കുന്നത്. കാരണം നമ്മുടെ ആ ഒരു ദിവസത്തിന്റെ ഒരു ഹോൾ ടൈം അല്ലെങ്കിൽ ഒരു സിംഹഭാഗവും നമ്മൾ ചെലവഴിക്കുന്നത് ആ സ്കൂളിലാണ്. അപ്പം അവിടെ നമ്മൾ ഏറ്റവും സുരക്ഷിതരായിരിക്കണം. അതുകൊണ്ട് തന്നെ അത്രയും സുരക്ഷിതരാണ് ഇവർ. ഞങ്ങളുടെ കുട്ടികളെ ഏൽപ്പിക്കാൻ പാകത്തിന്, അവരെ നോക്കാൻ പാകത്തിനുള്ള ആളുകളാണ് ഇവർ. അവരുടെ കൈകളിൽ ഞങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കും എന്ന് അത്രയും വിശ്വാസത്തോടെ ഏൽപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ. അതേ ആളുകളിൽ നിന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്താ പറയുക പിച്ച് ചീന്തപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മാനം നഷ്ടപ്പെടുമ്പോൾ അത് എത്രത്തോളം പൈശാചികമാണ് എന്നുള്ളതാണ്. എങ്ങനെയാണ് മാതാപിതാക്കൾ ഇതിനെ സഹിക്കാൻ സാധിക്കുക? അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയും മാതാപിതാ ഗുരു ദൈവം. ഈ മാതാവിനും പിതാവിനും ദൈവത്തിനും ഇടയ്ക്കാണ് നമ്മൾ ഈ ഗുരുവിന് സ്ഥാനം നൽകിയിരിക്കുന്നത്. ആ സ്ഥാനത്തെ അല്ലെങ്കിൽ ആ കൊടുത്തിരിക്കുന്ന ആ ഒരു എന്താ പറയാ പൊസിഷന്റെ പവറിനെ അവര് അങ്ങേയറ്റം മിസ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ഇത്തരം പ്രവൃത്തികളിലൂടെ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മളിപ്പോ ഇത് ആദ്യത്തെ വാർത്തയൊന്നുമല്ല, നമ്മളിപ്പോ ഒരുപാട് വാർത്തകളായി ഇങ്ങനെ കേൾക്കുന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ, പീഡന വാർത്തകൾ ഇന്ന് വളരെ സുലഭമാണ് എന്ന് പറയാം. പക്ഷെ അത് നല്ലതായിട്ട് പറയുകയല്ല, പക്ഷെ കേട്ട് വയ്യാണ്ടായി തുടങ്ങിയിരിക്കുന്നു. കാരണം ഒരു സ്ഥലത്തും നമ്മൾ സേഫ് അല്ല എന്നുള്ളൊരു തോന്നലിലേക്ക് എല്ലാ സ്ത്രീകളും എത്തിച്ചേരുന്ന ഒരു സാഹചര്യത്തിലാണ്. അപ്പോഴാണ് ഈ സ്കൂളുകളും കോളേജുകളും, നമ്മൾ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഒരു പെൺകുട്ടിയെ ബിരിയാണി കട നടത്തിയിരുന്ന ഒരു മനുഷ്യൻ സിമ്പിളായി കയറി വന്ന് പീഡിപ്പിച്ചതിനെ കുറിച്ച് നമ്മൾ വാർത്ത കണ്ടത്. അവിടെയും ഇപ്പൊ ഞാൻ പറയട്ടെ, നമ്മൾ ഈ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയങ്ങളിൽ നമ്മൾ എന്തെങ്കിലും സ്ലീപ്പ് ഓവറിന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കൊക്കെ പോട്ടേന്ന് അമ്മൂടും അച്ഛനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയും അച്ഛനൊക്കെ എന്താ പറയാ, ഇല്ലില്ല അങ്ങനെയൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് ചിലപ്പോൾ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ നമ്മുടെ കൂടെ പഠിച്ചാൽ നമുക്ക് ഏറ്റവും അടുത്തറിയുന്ന അല്ലെങ്കിൽ അവരുടെ പാരന്റ്സുമായിട്ടൊക്കെ നമ്മുടെ വീട്ടുകാർക്ക് കണക്ഷൻ ഉണ്ടായിരിക്കാം. അവിടേക്ക് വിടാത്ത പാരന്റ്സ് ആണ് ഈ കോളേജുകൾക്കൊക്കെ ഹോസ്റ്റലുകളിലേക്ക് പെൺമക്കളെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ അവർ തയ്യാറാകുന്നത്. അപ്പൊ അതെന്തുകൊണ്ടാണ്? ഓക്കെ, കോളേജിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ സ്കൂളിലേക്കാണ്, ബോർഡിംഗ് സ്കൂളുകൾ പോലെയുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ സ്കൂളുകളിലേക്കാണ് പോകുന്നുള്ള ഒരു ഒറ്റ വിശ്വാസത്തിന്റെ പുറത്താണ് ഈ മക്കളെ പറഞ്ഞയക്കുന്നത്. പക്ഷെ ആ ഇടങ്ങളും ഇന്ന് സേഫ് അല്ല. പണ്ട് നമ്മൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ പറയും അമ്മയും അച്ഛനെയും പോലെ തന്നെ ടീച്ചർമാരെ കാണണം, സ്നേഹത്തോടെ പെരുമാറണം, അല്ലെങ്കിൽ അവർ പറയുന്ന വാക്കുകൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് അച്ഛനും അമ്മയും പറഞ്ഞു വിടുന്നത് എന്താണ്? മക്കളെ ടീച്ചർമാരാരെങ്കിലും എവിടെയെങ്കിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ വീട്ടിൽ വന്നിട്ട് അമ്മോട് പറയണം കേട്ടോ. ഇങ്ങനെ പറഞ്ഞു വിടേണ്ട അവസ്ഥയിലാണ് ഇന്നത്തെ സമൂഹം എന്നുള്ളതാണ്. കാരണം അത് വളരെ എന്താ പറയാ വളരെ മോശമുള്ള ഒരു സൊസൈറ്റി ആയി നമ്മൾ മാറുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഒരു സ്റ്റുഡന്റ്, ഈ സ്റ്റുഡന്റിനെ എങ്ങനെയാണ് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് അതല്ലെങ്കിൽ ഒരു മെന്ററുടെ സ്ഥാനത്ത് നിന്നിട്ടായിരിക്കണം ഒരു അധ്യാപകൻ അവർ പഠിപ്പിക്കുന്ന, ഇപ്പൊ സയൻസ് ടീച്ചർ ആണെങ്കിൽ പഠിപ്പിക്കുന്ന ഈ ആറ്റം തിയറികളും മാത്രമല്ല, അവർ ലൈഫിന്റെ ലെസൺസ് കൂടി പഠിപ്പിക്കേണ്ടവരാവണം. അല്ലെങ്കിൽ അവർക്ക് മോറൽസ് പറഞ്ഞു കൊടുക്കേണ്ടവരാവണം, എങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവരാണ്, അല്ലെങ്കിൽ എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടവരാവണം. പക്ഷെ ഇവർ അതാണോ ചെയ്യുന്നത്? ഒന്ന് നോക്കൂ, തന്നെ കെട്ടിപ്പിടി. ഇപ്പൊ നമ്മള് ഒരുപാട് നല്ല ടീച്ചർമാരെ കണ്ടിട്ടുണ്ട്. നമ്മള് ഇന്നും ഒരുപാട് പേര് ഓർമ്മിക്കുന്ന അല്ലെങ്കിൽ ഇന്നും ഒരുപാട് പേര് വളരെ പ്രൗഡായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരുപാട് നല്ല ടീച്ചർമാരെ നമ്മൾ കണ്ടു. ഈ എല്ലാ ടീച്ചറിന്റെയും മുഖത്ത് കരിവാരി തേക്കുന്ന ഒരാൾ മതി എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നോക്കുക, പെൺകുട്ടിയോട് ഒന്ന് കെട്ടിപ്പിടിക്കാൻ പറയുന്നത്, എന്നിട്ട് അതേ മുറിയിൽ വെച്ചിട്ട് നാളെ അവൾ ഇരുന്ന് പഠിക്കേണ്ട അതേ ക്ലാസ് മുറിയിലാണ് അവൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടത്. എങ്ങനെയാണ് ആ കുട്ടിക്ക് ആ ട്രോമയെ മറികടക്കാൻ സാധിക്കുക? ചില അധ്യാപകരുണ്ട്, അതായത് മൊത്തത്തിൽ ഞാനൊരു നല്ല മനുഷ്യനാണ്, എന്നെ പോലൊരു നല്ല മനുഷ്യനെ ഈ ഒരു വിദ്യാലയത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഇമേജുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു കുട്ടിയുടെ അടുത്ത് മാത്രം ഇങ്ങനെ പെരുമാറുന്നു, അല്ലെങ്കിൽ ചൂസ് പിക്ക് ചെയ്തിട്ട് ഏതെങ്കിലും കുട്ടികളുടെ അടുത്തൊക്കെ ഇങ്ങനെ പെരുമാറി അവരെ ഭീഷണിപ്പെടുത്തി അവരായിട്ട് ഇത് പുറം ലോകത്തെ അറിയിക്കാതെ ഇവരെ തന്നെ അദ്ദേഹം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ. ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഞങ്ങളെ എല്ലാവരും ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്ന ഒരു സാറായിരുന്നു. ഇംഗ്ലീഷിന്റെ സാറാണ് എല്ലാ ക്ലാസ്സുകളിലും. അപ്പം ഒരു ദിവസം ആ സാറിനെ സ്കൂളിൽ കാണാനില്ല.
ഞാൻ അന്ന് 5-ലോ 6-ലോ അങ്ങാനാ. ഞങ്ങൾ ഓർത്ത് സാറ് ലീവിലോ വല്ലോ ഇരിക്കും, എന്തെങ്കിലും അസുഖം എന്തെങ്കിലും ആയിരിക്കും. കുറേ ഒരു മാസത്തിന്റെ അടുത്തായിട്ട് സാറിന്റെ ഒരു വിവരമില്ല. ഇംഗ്ലീഷിന് പുതിയ ടീച്ചർ വന്ന്. അപ്പൊ ഞങ്ങൾ ഓർത്താ എന്ത് പറ്റി, സാർ എവിടെ പോയി? അപ്പൊ അതിങ്ങനെ ചോദിച്ചപ്പോൾ ആർക്കും ടീച്ചേഴ്സിനൊന്നും ഉത്തരമില്ല. സാറ് ട്രാൻസ്ഫർ ആയിപ്പോയി. അങ്ങനത്തെ മറുപടികളാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. അവസാനം ഞങ്ങളുടെ സീനിയർ ആയിട്ടുണ്ടായിരുന്ന ചേച്ചിമാരുടെ അടുത്ത് ചോദിച്ചു, എവിടെ പോയി ആ സാർ എവിടെ, ആ സാറിനെ കാണാനില്ലല്ലോ എന്ന് ചോദിച്ച സമയത്ത് ചില ചേച്ചിമാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, ആ സാറ് ഏതോ ഒരു ചേച്ചീൻ്റെ അടുത്ത് വളരെ മോശമായ രീതിയിൽ പെരുമാറി, അതുകൊണ്ട് അത് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്ത സമയത്ത് ആ സാറിനെ ഇവിടുന്ന് പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ആർക്കും ഒന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഞങ്ങൾ ഈ 5-ലും 6-ലും പഠിക്കുന്ന പ്രായം എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞാണ്. ആ സമയത്ത് ഞങ്ങളോടൊക്കെ ഒരു പേരക്കുഞ്ഞിനോട് പെരുമാറുന്ന പോലെ, അതായത് മക്കളെ എന്നല്ലാതെ വേറെ ഒന്നും വിളിക്കില്ലായിരുന്നു ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റില്ല ആ സാറിൻ്റെ അടുത്ത് നിന്ന് ഇത്തരം ഒരു പെരുമാറ്റം വരും, അല്ലെങ്കിൽ ആ സാർ ഒരു ചീത്ത ആളാണ് എന്ന് ഞങ്ങൾക്ക് ആർക്കും സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടായില്ല. അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട് നരാധമന്മാരായിട്ട്, ഒരു എന്താ പറയാ, ആട്ടിൻ കുഞ്ഞിന്റെ തോലണിഞ്ഞിട്ട് ചെന്നായുടെ സ്വഭാവം കാണിക്കുക എന്ന് പറയുന്ന പോലെ. ആ സാറിനെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു. ഷോർട്ട് ഫിലിം മീൻസ് ലൈക്ക് ഷോർട്ട് ഫിലിം അല്ല, ഷോർട്ട് ക്ലിപ്പ് പോലെയൊക്കെ. അതില് ഒരു പെണ്ണ് കാണൽ ചടങ്ങാണ്. അപ്പോ ഒരു അച്ഛൻ, അമ്മ, മകൻ ഒരു പെണ്ണ് കാണലിന് വന്നിരിക്കുകയാണ് ഒരു പെൺകുട്ടിയെ. അപ്പോ വളരെ നല്ല സൗമ്യനായി സംസാരിക്കുന്ന ഒരു അച്ഛൻ, വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ്, അധ്യാപകനാണ് അയാള്. അങ്ങനെ അയാൾ ഈ വിശേഷങ്ങളൊക്കെ പറയുകയാണ്, വളരെ കൂൾ ഡാഡ് ആ ഒരു മൂഡിൽ ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. അങ്ങനെ ഈ പെൺകുട്ടിയോട് ചെക്കനോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോ പെൺകുട്ടി പറയുകയാണെങ്കിൽ എനിക്ക് ചെക്കനോട് സംസാരിക്കാനില്ല, പക്ഷെ എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കാൻ, ചെക്കൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കണം. അപ്പൊ അതിനെന്താ മോളെ, നീ വായോ എന്ന് പറഞ്ഞിട്ട് തോളത്ത് കഴിട്ട് നീ എന്റെ മോളെ പോലെ തന്നെയാണ് ആ ഒരു രീതിയിലൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളി കൊണ്ടുപോവാണ് ഫ്രണ്ടിലേക്ക്. അപ്പൊ ഈ പെൺകുട്ടി പറയുകയാണ്, സാർ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ അയാൾ പറയാ, ഉണ്ട്, ഞാനും അവിടെ പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ മറ്റേ പാവാട മുക്കി അടിച്ച കുട്ടിയെ ഓർമ്മയുണ്ടോ ഇതിൽ ചോദിക്കുകയാണ്. അയാൾ ഒന്നും വേണ്ടിയില്ല, അയാൾ തിരിച്ചു വന്ന് ഭാര്യയും മകനെയും കൂട്ടി പോയി. കാരണം അയാളുടെ ഒരു ഓവറോൾ പെർഫോമൻസ് കാണുമ്പോൾ നമുക്ക് തോന്നില്ല അയാൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ഇനിയിപ്പോ അങ്ങനത്തെ ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനായിക്കോട്ടെ, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? എങ്ങനെയാണ് ഒരാള് നന്നായി പെരുമാറുന്നു എന്നുള്ളത്? ഇപ്പൊ നല്ലവനായി ഉണ്ണിയാകണമെന്നില്ല, പക്ഷെ ഇങ്ങനെയാണ് ഒരു സ്കൂളിൽ വെച്ചിട്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ സ്കൂളുകളിലൊന്നും ഇന്നും അതിൻ്റെതായ സെക്യൂരിറ്റി സിസ്റ്റംസ് വരാത്തത് എന്തുകൊണ്ടാണ്? ഒരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, അവിടെ ഇതുപോലത്തെ എന്താ പറയാ, ഓരോ ദിവസവും ഓരോ വിഷയങ്ങളായിരിക്കും ആ ഫേസ്ബുക്ക് പേജിലെ ചർച്ചാ വിഷയങ്ങളായി വരിക. അപ്പം ഒരു ദിവസത്തെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ഇതായിരുന്നു, അധ്യാപകരുടെ അടുത്തുനിന്ന് വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന ഇത്തരം വളരെ മോശം അനുഭവങ്ങൾ. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. അപ്പോൾ ഒരു ആൺകുട്ടി, അവരുടെ ഇപ്പോഴത്തെ പ്രായം എനിക്കറിയില്ല, അവർ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു അനുഭവം, അവരുടെ ഒരു ഓർമ്മ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി എന്താ പറയാ, ടീച്ചേഴ്സ് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിലത്ത് കിടന്ന് ഉരുണ്ട് കരയുമല്ലോ, അങ്ങനെ ആ രീതിയിലാണ് ആ കുട്ടി അതിന്റെ വിഷമത്തെ കൈകാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ. അപ്പം ഇവളാണെങ്കിൽ അങ്ങനെ പഠിപ്പിന്റെ കാര്യത്തിൽ കുറച്ച് പുറകോട്ടാ. അപ്പൊ ഏത് സമയം ചീത്തയും അടിയും കിട്ടാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ് ഇവള്. അപ്പം ഇവളെ ഏതോ ഒരു സാറ്, ഇവരുടെ സ്കൂളിലുള്ള ഏതോ ഒരു സാറ് ചീത്ത പറഞ്ഞു എന്തിനോ. അപ്പൊ തന്നെ ഇവള് നിലത്ത് കിടന്ന് ഉരുണ്ട് കരയാൻ തുടങ്ങി. അന്ന് മറ്റേ പാവാട ഇട്ടിട്ടുള്ള ആയിരുന്നു അവിടുത്തെ യൂണിഫോം. അപ്പൊ ഇവള് നിലത്ത് കിടന്ന് ഉരുണ്ട് കരഞ്ഞോണ്ടിരിക്കുക. അപ്പൊ തന്നെ ഈ സാറ് വന്നിട്ട് ഈ വടി എടുത്തിട്ട്, അതായത് ഇവളെ എണീപ്പിക്കുകയാണ് എന്ന വ്യാജന ഇവളുടെ പാവാടയ്ക്ക് അടിയിലൂടെ ഈ വടി കടത്തിയിട്ട് പാവാട മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. അന്ന് ആ ചുറ്റും നിൽക്കുന്ന ആൺകുട്ടികൾക്കാണെങ്കിലും പെൺകുട്ടികൾക്കാണെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാനോ അദ്ദേഹം അതാണ് ചെയ്യുന്നത് വേർതിരിച്ച് മനസ്സിലാക്കാനോ സാധിക്കുന്ന ഒരു പ്രായത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം എന്താ പറയാ, ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ അവര് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ആർക്കും അത് അന്ന് മനസ്സിലായിരുന്നില്ല, പക്ഷെ അത് കണ്ട വേറെ ഏതോ ഒരു വലിയ കുട്ടി പോയി കംപ്ലൈന്റ് ചെയ്തിട്ടാണ് അയാൾ ആ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട്ടത് എന്ന്. ആ പാവാടയ്ക്കടിയിലൂടെ വടി കടത്തി പാവാട മറിച്ചിടാൻ ശ്രമിക്കുക. എന്താണ് അവിടെ കാണാൻ ഉള്ളത്? ഒരു വിദ്യാർത്ഥിനി ആ രീതിയിൽ പീഡിപ്പിക്കാൻ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളതാണ്. വേറെ ചില ടീച്ചേഴ്സ് ഉണ്ടായി. ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെ ഒരു സാറുണ്ടായിരുന്നു. അദ്ദേഹം ഇതേപോലെ ഒരു സുപ്രഭാതത്തിൽ കാണാതായ ഒരു സാറാണ്. എന്താ പിന്നെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അതായത് ആ സമയത്ത് ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാർക്ക് മറ്റേ ചുരിദാറും ഷോളും ആയിരുന്നു യൂണിഫോം. അപ്പൊ ഇദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ പെന്നുണ്ടാവും കയ്യിൽ, പെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് പെന്ന് ഇന്റൻഷനലി താഴോട്ടിടും. എന്നിട്ട് അത് എടുക്കുന്ന് പറയും ഈ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന പെൺകുട്ടികളോട്. അന്ന് ഈ റൊട്ടേഷൻ പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവരും റൊട്ടേറ്റഡ് ആയി ഫസ്റ്റ് ബെഞ്ചിൽ വരും. അപ്പം ഓരോ ദിവസവും ഓരോരുത്തരായിരിക്കും. അപ്പൊ ആ പെണ്ണെടുക്കൂ എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ കുനിഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ എന്താ പറയാ, ഈ കണ്ട് ദർശന സുഖം അടയുന്ന ഒരു സാറുണ്ടായിരുന്നു.
അത് എല്ലാ സ്കൂളുകളിലും കോമൺ ആയി നടക്കുന്നതാണ് ഈ ഞാൻ പെയിന്റ് പഠിച്ചത് പരിപാടി. വുമൻസ് കോളേജിലും ഗേൾസ് സ്കൂളുകളിലും ഒക്കെയാണ്. ഭാഗ്യവതിയാണ്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള അല്ല, അവിടെ ഈ ഗേൾസ് സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന സാറുമാരുടെ കഥയാണ് ഞാൻ ഈ പറയുന്നത്. ഓ, അത് പങ്കുവച്ചത്. ശരിയാണ്. ഞാൻ പറയട്ടെ, വേറെ എൻ്റെ ഒരു ഫ്രണ്ട്, എനിക്ക് എന്റെ ഏറ്റവും അടുത്തറിയുന്ന ഒരു കൂട്ടുകാരനാണ്. അവൻ എന്നോട് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അവന്റെ മ്യൂസിക് സാർ അവനോട് പെരുമാറിയുന്ന രീതി, എന്ന് വെച്ചാൽ ഇതിൽ ആണ് പെണ്ണെന്നുള്ള വേർതിരിവില്ലെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അവനെ അയാള് ടച്ച് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനിപ്പോ ആണാവണം പെണ്ണാവണം എന്നൊന്നുമില്ല, സുഖം കിട്ടിയാൽ മതി എന്നുള്ളതാണ്. കഴിഞ്ഞ വട്ടം ഞാൻ വീട്ടിലേക്ക് പോയപ്പോ വീടിന്റെ അടുത്തൊരു കുഞ്ഞുണ്ട്, എന്റെ ഫാമിലിയിലുള്ള ഒരു കുഞ്ഞാ. അവൾ അങ്കണവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് എന്റെ വീടിന്റെ മുന്നിൽ കൂടെയാ പോകുന്നത്. അപ്പൊ ഞാൻ നോക്കുമ്പോ അവളൊരു ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഉടുപ്പിന്റെ ഇടയിൽ മുട്ടുവരെയുള്ള ട്രൗസർ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, അതെന്തിനാ ഇതിന്റെ ഇടയിൽ നീ ട്രൗസർ ഇട്ടിരിക്കുന്നേ? ഇത് ഉടുപ്പല്ലേ, ഇത് ഉടുപ്പായിട്ടിട്ട് പോ. ട്രൗസർ ഇട്ടപ്പോ ഒരു അഭംഗിയുണ്ട് അതിന്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. അപ്പൊ അവളുടെ കൂടെ അവളുടെ അമ്മുമ്മയാ. അപ്പൊ എന്നോട് മേമ പറഞ്ഞു, അതെന്താന്നറിയോ, ഇപ്പൊ ഇവിടെ കളിക്കുന്നതൊക്കെ അല്ലേ, അപ്പൊ ഉടുപ്പ് പൊന്തില്ലേ, അതുകൊണ്ട് പറഞ്ഞു വിട്ടിരിക്കുന്നതാണ് ഇവിടെ അങ്കണവാടിയിൽ നിന്ന്. ആ ഒരു നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറിയിട്ടുണ്ട്. കാരണം ആ തട്ട് മുതൽ ഇപ്പോ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. 7 മാസം പ്രായമുള്ള കുഞ്ഞിനെ ലൈംഗികമായി പീഡിപ്പിച്ച നാടാണ്. 80-85 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോധികരെ പീഡിപ്പിച്ച നാടാണ് നമ്മുടേത്. അപ്പൊ പിന്നെ അങ്ങനെ അന്ത്യം ഉണ്ടാവും എന്ന് തോന്നില്ല. പക്ഷെ കുറച്ചെങ്കിലും ഇപ്പൊ സ്കൂളുകളുടെയും കോളേജുകളുടെയും കാര്യങ്ങൾ ഇപ്പോൾ വർദ്ധിച്ചു വരുമ്പോൾ അതിനുവേണ്ട മെഷേഴ്സ് ഈ സ്കൂളുകളും കോളേജുകളും മുന്നോട്ട് വെച്ചു കഴിഞ്ഞാൽ അത് നല്ലൊരു മാറ്റമായിരിക്കും എന്ന് പറയാം.